ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി സെയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒത്തിരി പേര് വന്ന് ചോദിച്ചു എന്ത് പറ്റി ഇപ്പം വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒത്തിരി സന്തോഷം. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബിസ്ക്കറ്റ് കളർ റോസാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. 10-15 തൈകൾ മാത്രമാണുള്ളത്. രണ്ടാമതായിട്ട് നമ്മുടെ റെഡ് പിനാക്കിയോ റോസാണ്. ഇതും വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് ഓൺ റൂട്ടഡ് എന്നുള്ളതും ബഡ്ഡിങ് എന്നുള്ളതും ഞാൻ പറയാം. നാടൻ ബഡ്ഡിങ് ആണ്, നല്ലപോലെ പൂക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ബഡ്ഡിങ് ആണ് ഓൺ റൂട്ടഡ് ആണ്, നല്ലപോലെ ഏതാ പൂക്കുക എന്നൊക്കെ ചോദിക്കുന്നവരടുത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് രണ്ടും നല്ലപോലെ ഫ്ലവറിങ് ആവുന്നതാണ്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഞാൻ കാരണം ബേസിക് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതും ക്രീപ്പർ ജാക്കിയാണ്. എൻ്റെ കഴിഞ്ഞ വട്ടമൊക്കെ ഒരുപാട് എൻക്വയറീസ് വന്നൊരു റോസായിരുന്നു ക്രീപ്പർ ജാക്കി. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സ് എല്ലാം ഇട്ട ഉടനെ തന്നെ സെയിലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ലോഡിൽ നമ്മുടെ കയ്യിലൊരു 20ഓളം തൈകൾ മാത്രമേ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ. വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ട് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. നമുക്ക് അവൈലബിലിറ്റി കുറച്ച് കുറവുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ കാണിച്ച 3 പ്ലാന്റ്സും നാടൻ ബഡ്ഡിങ് ആണ് വരുന്നത്. പിന്നെ അടുത്തതായിട്ടൊരു സർപ്രൈസാണ് കേട്ടോ. ഇതാണ് ആൾ. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറയുന്നൊരു റോസാണ്. പനിനീർ റോസിന് പോലെ തന്നെയാണ്, 1-2 ദിവസം മാത്രമേ ഫ്ലവറിങ് നിൽക്കുകയുള്ളൂ. വിരിഞ്ഞ് കഴിഞ്ഞാൽ അപാര സുഗന്ധമാണ് ഈ ഒരു റോസിന്. ഇതിൻ്റെ നാടൻ ബഡ്ഡിങ് ആണ് നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു പനിനീർ റോസ് പോലെ നമുക്കിതിൻ്റെ ഓൺ റൂട്ടഡ് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം വന്നവരുടെ അടുത്തെല്ലാം നമുക്ക് ഓൺ റൂട്ടഡ് കിട്ടിയിട്ടില്ല, നാടൻ ബഡ്ഡിങ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യത്തെ ലോഡിൽ നമുക്ക് നാടൻ തൈകൾ, അതായത് കമ്പ് കുത്തി പിടിപ്പിച്ച തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതേ വീഡിയോയിൽ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേ ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ തരുന്ന പ്ലാനിൽ എങ്ങനെ പോയാലും ഒരു 3-4 ബ്രാഞ്ചൊക്കെ ഉണ്ടാവും. ഒറ്റ തണ്ടൊന്നും ആയിരിക്കില്ല തരുന്ന, 2-3-4 ബ്രാഞ്ചുള്ള പ്ലാന്റ്സ് ആയിരിക്കും സെയിലിനായിട്ട് നിങ്ങൾക്കായിട്ട് തരുന്ന പ്ലാന്റ്സ് കേട്ടോ. അതും ഓൺ റൂട്ടഡ് തന്നെയാണ് തരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് നാടൻ ബഡ്ഡിങ്ങും പിന്നെ കാണിച്ച 2 പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ക്രീപ്പർ ജാക്കി ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ്. അത് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാടൻ ബഡ്ഡിങ് ആണെന്ന് കരുതിയിട്ട് ആരും മടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കെയറും കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനിൽ നിർത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് റോസൊക്കെ പലർക്കും ഉള്ള ഡൗട്ടാണ്. ബ്ലാക്ക് റോസൊക്കെ ഒന്നാമത് റെയർ ടൈപ്പാണ്. അത് നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് ഞാൻ നാളെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് പനീർ റോസാണ്. എഡ്വേർഡ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു ടൈപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കണ്ടു വന്നിരുന്നൊരു റോസാണ്. ഒരുപാട് പേര് പരാതി പറയും, എത്ര വട്ടം ഞാൻ പനീർ റോസ് വെച്ചാലും എനിക്ക് പിടിച്ച് കിട്ടാറില്ല. പനീർ റോസ് നമ്മൾ ഓൺ റൂട്ടഡ് എന്താ പറയുക മേടിച്ച് വെച്ചാലും പിടിച്ച് കിട്ടാത്തൊരു ടൈപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ കട്ടിങ് പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള തൈകളെന്ന് പറയുന്നത് നല്ല ഹൈറ്റുള്ള അടിപൊളി തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തി പ്ലാന്റ്സ് ആണ്. എങ്ങനെ പോലും 2-3 ബ്രാഞ്ചസൊക്കെ ഉള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് ഓൺ റൂട്ടഡ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസിൻ്റെയും നല്ല അടിപൊളി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾ മാക്സിമം മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക, കോൾ ചെയ്യരുത്. കാരണം നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കൊറിയറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വിളിക്കരുത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ രാവിലെ തന്നെ ഗാർഡനിലോട്ട് ഇറങ്ങി പ്ലാന്റ്സ് ഓരോരുത്തരുടെയും സെലക്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ മണ്ണ് കളഞ്ഞ് അതിനെ വീണ്ടും ന്യൂസ് പേപ്പറിൽ പാക്ക് ചെയ്ത് നമ്മുടെ വീണ്ടും ഓരോരുത്തർക്കുള്ള പ്ലാന്റ് സെപ്പറേറ്റ് ചെയ്തൊക്കെ വെക്കുമ്പോൾ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോൺ നോക്കാനായിട്ട് ടൈം കിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ഒരു വൈറ്റ് റോസാണ്. അകത്തൊരു ഒരു ക്രീം കളർ ഷെയ്ഡുള്ള ഈ ഒരു റോസാണ് നമുക്ക് അടുത്തതായിട്ട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി വെറൈറ്റിയാണ്, നല്ല രസമാണ്. ബഞ്ചായിട്ടായിരിക്കും ഒരു വെറൈറ്റി പൂക്കുന്നത് കേട്ടോ.
ഇത് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് ഓൺ റൂട്ടഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബഡ്ഡിങ്ങിൽ വന്നിരിക്കുന്ന ഫ്ലവറാണ് കേട്ടോ. പിന്നെയുള്ളത് ആപ്രിക്കോട്ട് റോസാണ്. ഈ ആപ്രിക്കോട്ട് റോസിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഫുള്ളായിട്ട് വിരിയും, ചില സമയത്ത് ഇത് ഇതുപോലെ ആയിരിക്കും ഫ്ലവറിങ് ആവുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇതിൻ്റെ മൊട്ടോടെ ചില സമയത്ത് മൊട്ട് അങ്ങനെ തന്നെ നിന്നിട്ട് വാടിപ്പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവറിങ് നമുക്ക് എപ്പോഴും എന്താണ് ഇതിൻ്റെ എന്താണെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് ഫുള്ളായിട്ട് വിരിഞ്ഞ് കാണും, ചില സമയത്ത് ഹാഫായിട്ടായിരിക്കും, ചിലപ്പോൾ ജസ്റ്റ് മൊട്ടൊന്നിങ്ങനെ വിരിഞ്ഞ് വന്നിട്ട് അങ്ങ് കൊഴിഞ്ഞു പോകും, അങ്ങനെ നിന്ന് കരിഞ്ഞു പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്, വല്ലാത്തൊരു കളറാണ്. ഈ ചുടുകല്ലിൻ്റെ ചെങ്കൽ കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കളറാണ് ഈ ഒരു റോസിൻ്റെ. നല്ല അടിപൊളി വെറൈറ്റിയാണ്. ഇതിൻ്റെയും ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ സെൻറ്റർ പോർഷൻ, അതായത് നമ്മുടെ ഒരു പേപ്പറൊക്കെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത്. അടിപൊളിയായിട്ടുള്ള റോസ് വെറൈറ്റിയാണ് കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ റെഡ് കമ്മൽ റോസാണ്. നമ്മൾ എല്ലാ തവണയും റെഡ് കമ്മൽ റോസ് സെയിലിന് കൊണ്ടുവരാറുണ്ട്. നാടൻ ബഡ്ഡിങ് തൈകളാണ് നമ്മൾ സെയിലിന് എത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ 4 തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ. ബാക്കി ഉണ്ടായിരുന്ന തൈകളൊക്കെ നമ്മുടെ ഗാർഡനിൽ വന്ന ആൾക്കാർ പിക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ അടുത്തൊരു റോസാണ്. ഈ റോസിൻ്റെ കറക്റ്റ് പാറ്റേൺ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇതിൻ്റെ ഓരോ തവണത്തെ ഫ്ലവറിങ്ങും നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പൂക്കളും. നിങ്ങൾക്ക് അതെല്ലാം ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് അതിലുണ്ടായ മറ്റൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഇപ്പോൾ യെല്ലോ ആണോ അതോ ഓറഞ്ചും യെല്ലോയും കൂടെ ചേർന്നൊരു ഷെയ്ഡാണോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ തവണയും ഓരോ ഫ്ലവറിങ് ആയിരിക്കും. ഇത് അത്യാവശ്യം നല്ലപോലെ ഹൈറ്റിനൊക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ക്രീപ്പർ ടൈപ്പ് അല്ല, ക്രീപ്പർ ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ അടുത്ത ഫ്ലവർ ഉണ്ട്. ഒരു പിങ്കും ഒരു യെല്ലോ ഷെയ്ഡും കൂടെ വരുന്നുണ്ട്, വൈറ്റും ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ഇത് ഒരുപാട് എതളുകളും വരുന്നുണ്ട് കേട്ടോ. അതോ ഇത് കണ്ടില്ലേ, ഇത്രയും എതളുകളും വരുന്ന ഒരു വെറൈറ്റി റോസാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏകദേശം ഒരു 6-7 തൈകൾ മാത്രമേ സെയിലിനായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം വെറൈറ്റീസൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി തൈകൾ അവൈലബിൾ അല്ല. വളരെ കുറച്ച് തൈകൾ മാത്രമേ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ റോസ മൊയ്സി എന്ന് പറയുന്ന ഒരു ക്ലൈംബർ ടൈപ്പാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. അടിപൊളിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ചിത്രശലഭങ്ങൾ കൂടെ എത്തും. ഒത്തിരി ചിത്രശലഭങ്ങൾ വരുന്നൊരു ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ രണ്ടാമത്തെ ദിവസവും, അതായത് ഏകദേശം കൊഴിയുന്ന ടൈം ആകുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ആ യെല്ലോ ഷെയ്ഡ് പൂർണ്ണമായിട്ടും മാറും കേട്ടോ. എന്നിട്ട് ഫുള്ള് റെഡായിട്ട് മാറും. വിരിയുന്ന സമയത്ത് ആ സെൻറ്റർ പോർഷനിൽ ഒരു യെല്ലോ ഷെയ്ഡ് കൂടെ വരും. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഞാൻ ഒരു ഫ്ലവറിൻ്റെ തന്നെ 2-3 ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങൾ കാണിക്കാൻ കാരണം നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡ് കണ്ടിട്ടായിരിക്കും പ്ലാന്റ്സ് എടുക്കുക. ചിലപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ഈ ഫുള്ള് റെഡായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ അതിൻ്റെ കാര്യങ്ങളും കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. മിഡ് നൈറ്റ് ബ്ലൂ എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല വ്യത്യസ്തമായൊരു കളറാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു വയലറ്റ്, കത്തിരിക്കയുടെ കളർ എന്നൊക്കെ പറയില്ല, വല്ലാത്തൊരു വയലറ്റും അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ഒരു യെല്ലോ ഷെയ്ഡൂടെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഒരുപാട് പെറ്റൽ കൗണ്ട് ഇല്ല, ഒരു 2-3 ലെയർ മാത്രമാണ് പെറ്റൽസ് ഉള്ളത്. എന്നിരുന്നാൽ പോലും വല്ലാത്തൊരു ഫ്രാഗ്രൻസും ഒക്കെ ഉള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓൺ റൂട്ടഡിൻ്റെ തൈകൾ വരുമ്പോൾ ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്യും. ഇപ്പോൾ നേരത്തെ കാണിച്ചതിലൊക്കെ ഓൺ റൂട്ടഡ് ഇല്ലാത്തത് കൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതും തേനീച്ചയുടെ, റോസാ പ്ലാന്റ്സ് പൊതുവേ തേനീച്ചകളുടെ കൂട്ടുകാരാണ്. കാരണം വിരിയുന്ന സമയത്ത് ഇവിടെ ഒത്തിരി തേനീച്ചകൾ വന്നിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഗാർഡൻ ഫുള്ള് രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ തേനീച്ചയുടെ കൂടാരമാണ്. വന്ന് ഇങ്ങനെ തേനീച്ചകൾ മൊത്തം കണ്ടിരിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെ എങ്ങനെയാണ് ഫ്ലവറിങ് എന്നുള്ളതൊക്കെ നിങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇത് അടുത്തത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് റോസാണ്, അടിപൊളി റോസാണിത്. ഇതിൻ്റെയും ഒരു 5 or 6 തൈകൾ മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള റോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഫ്ലവറിങ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റി റോസാണ്, ലൈലാക്ക് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈലാക്ക് റോസ് ആയിട്ടാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. ഇതിൻ്റെ കളർ കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ. ഇതിൻ്റെ 2-3 ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വെറും 4 തൈകൾ മാത്രമേ നമുക്കിത് സെയിലിനായിട്ടുള്ളൂ. 4 തൈകൾ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വന്ന് പേയ്മെൻറ്റ് ഇടുന്നവർക്കായിരിക്കും പ്ലാൻസ് മാറ്റി വെക്കുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ 4 തൈകളായതുകൊണ്ട് തന്നെ എൻക്വയറീസ് വരും, പ്ലാൻസ് മാറ്റി വെക്കാൻ പറയും. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ അറിവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരടുത്ത് സോൾഡ് ഔട്ട് പറയേണ്ടി വരും. പിന്നെ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് സെയിൽ പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ ഓൾറെഡി വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ് അവൈലബിൾ ആണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഫസ്റ്റ് സെയിൽ പോസ്റ്റ് ഇടുന്നവർക്ക് മാത്രം പ്ലാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞത് കേട്ടോ. ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അത്. പിന്നെ ഉള്ളത് ഈ ഒരു സെൻറ്റിമെൻ്റൽ ക്രീപ്പർ അല്ല, സെൻറ്റിമെൻ്റൽ റോസ് അല്ല കേട്ടോ. ഒരു വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ കറക്റ്റ് കളർ ഒരു ബേബി പിങ്കും അല്ല, ഒരു മജന്ത അല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് കളർ അറിയില്ല. പിന്നെ ഇത് അടുത്തതായിട്ട് റോസാ മൊയ്സിയാണ്, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന റോസ് തന്നെയാണ്. അതിൻ്റെ ഇങ്ങനെയാണ് ഇത് ഫ്ലവറിങ് ആവുക. ബഞ്ചായിട്ട് പൂക്കും, 5, 6, 7, 8 പൂക്കളൊക്കെ ഒരു കൊലയിൽ തന്നെ വന്ന് നല്ലൊരു വെറൈറ്റിയാണ്. ഒരു സെമി ക്രീപ്പറാണ്. പൂക്കൾ ഒഴിഞ്ഞൊരു ടൈം ഈ റോസിന് ഉണ്ടാവില്ല. കാരണം ഒരു ഇങ്ങനെ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇഷ്ടം പോലെ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് ഈ ഒരു റോസ് ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ ഭംഗിയായിട്ട് നിൽക്കും. മറ്റുള്ള റോസിനെ പോലെയുള്ള സിംഗിൾ പെറ്റലാണ്. കാരണം സിംഗിൾ പെറ്റലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പറ്റിയൊരു ചോയ്സാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം സെയിലിന് കൊണ്ടുവന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയ ഒരു വെറൈറ്റി ആയിരുന്നു. ഒരു ക്രീപ്പറാണ് കേട്ടോ, ഓറഞ്ച് ക്രീപ്പറാണ്. നമ്മൾ പൊതുവേ നമ്മുടെ കയ്യിൽ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ സിംഗിൾ പെറ്റലല്ല, നമ്മുടെ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഓറഞ്ച് ക്രീപ്പറായിരുന്നു നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ പെറ്റൽ കൗണ്ട് കൂടുതലാണ്. അതുപോലെ തന്നെ താരതമ്യേന വെച്ച് നോക്കിയാൽ വലിപ്പവും കൂടുതലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഈ ഒരു ക്രീപ്പറിൻ്റെ. അടിപൊളി വെറൈറ്റിയാണ്, നിറയെ പൂക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ് അവൈലബിൾ. പിന്നെ ഇതേ കഴിഞ്ഞ വട്ടം ഞാൻ സെയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് എൻക്വയറി നടത്തിയൊരു പ്ലാന്റ് ആയിരുന്നു ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു 6-7 തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. 7 തൈകൾ മാത്രമേ ഉള്ളൂ. 300 rupees കേട്ടോ ഈ ഒരു പ്ലാന്റിന് ചാർജ് ചെയ്തേക്കുന്നത്. കാരണം റെയർ പ്ലാന്റാണ്, നമുക്ക് ഒരുപാട് കിട്ടിയിട്ടില്ല. നമ്മളും അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം കഴിഞ്ഞ വട്ടം ഒത്തിരി എൻക്വയറീസ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിട്ടിയ പ്ലാന്റ്സ് അത്രയും നമ്മൾ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തേക്കുന്നത്. കാരണം അത്രമാത്രം എൻക്വയറീസ് കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റ്സ് സെയിലിനായിട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് അധികം ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ എൻക്വയറീസ് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു, കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെന്നല്ല, ഏകദേശം ഒരു 7 പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ വരിക. ഈ പ്ലാന്റ്സ് നമ്മൾ മാറ്റി വെക്കത്തില്ല, ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്ലാന്റ്സ് അങ്ങ് കൊടുക്കും. കാരണം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാണ് കേട്ടോ. നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലാന്റ്സൊക്കെ മാറ്റി വെക്കാൻ പറയും. നമ്മൾ വെച്ചിട്ട് പിന്നെ അവർക്ക് മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നോ റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കും ബുദ്ധിമുട്ടാണ്. വിളിച്ചാൽ പിന്നെ കോൾ അറ്റൻഡ് ചെയ്യില്ല, വേണോ വേണ്ടയോ എന്ന് പോലും കൺഫേം പറയില്ല. പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ പ്ലാന്റ് മാറ്റി വെച്ചോ എന്ന് ചോദിക്കും. മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രശ്നക്കാരുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ച് ക്രീപ്പറാണ് കേട്ടോ. ഓറഞ്ച് ക്രീപ്പറാണ്. ഇത് ഇതുപോലെ ആയിരിക്കും ഫ്ലവറിങ് ആവുന്നത്. നിറയെ പൂക്കളുണ്ടാവുന്ന ടൈപ്പാണ്. ഒത്തിരി പൂക്കളുണ്ടാവും, ബഞ്ചായിട്ട് പൂക്കും. അത്യാവശ്യം വലിയ പൂക്കളാണ്. ഓറഞ്ച് ക്രീപ്പർ നിങ്ങളുടെ കയ്യിലുള്ളവർ ഈ ക്രീപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. കാരണം ഞാനും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഓറഞ്ച് നാടൻ ക്രീപ്പർ. പക്ഷെ അതിൽ ഇത്രയും പെറ്റൽ കൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല, ഇച്ചിരി പെറ്റൽ കൗണ്ട് കുറവായിരുന്നു. പൂക്കൾക്ക് ഇത്തിരി വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ പൂക്കൾക്ക് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊന്നും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കില്ല.
കാരണം വേറൊന്നുമല്ല, കാർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. നമ്മൾ കാർട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ്സ് ഇഷ്ടംപോലെ മെസ്സേജസ് വരും. അപ്പോൾ ഒരു കാർട്ടിൽ നിന്ന് ഒരുപാട് പേര് ആഡാക്കിയിട്ട് ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാർട്ടിൽ എത്രയാണോ എമൗണ്ട് കാണിക്കുന്നത് അത് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കുന്നവരുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് തന്നെ അത് കൺഫേം ആക്കിയിട്ട് പിന്നീട് നമുക്ക് പ്ലാൻസ് കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ വിഷമിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കാർട്ടിൽ ആഡാക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് റെഡ് ക്രീപ്പറാണ്. കഴിഞ്ഞ വട്ടം റെഡ് ക്രീപ്പറും ഓറഞ്ച് ക്രീപ്പറും ഒരുമിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ റെഡ് ക്രീപ്പറിൻ്റെ തൈകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ പ്ലാന്റ്സ് അല്ല, ഒരു മീഡിയം സൈസ് തൈകളാണ്, ചെറിയ തൈകളാണ് കേട്ടോ. കാരണം കിട്ടാത്ത വെറൈറ്റി ആയതുകൊണ്ട് ചെറിയ പ്ലാന്റ്സ് കിട്ടിയത് ഞാൻ കളക്ട് ചെയ്തു. കാരണം കഴിഞ്ഞ വട്ടം ഒത്തിരി പേര് ഈ ക്രീപ്പർ ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഗാർഡനിൽ വന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ വലിയ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി വലിയ പ്ലാന്റ്സ് ഒന്നും നമുക്ക് കൊറിയർ ത്രൂ അയക്കാൻ പറ്റാത്തത് കാരണം ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ടുള്ള തൈകളാണ് കേട്ടോ. ഇതൊക്കെ ഒരു അടിപൊളിയാണ്. സാധാരണ നമ്മുടെ കയ്യിലുള്ള റെഡ് ക്രീപ്പർ എല്ലാവർക്കും അറിയാമായിരിക്കും. അത്യാവശ്യം തീരെ ചെറിയ പൂക്കളാണ്. പക്ഷേ ഇതിൻ്റെ വന്നിട്ട് ഒരു മീഡിയം സൈസ് ഫ്ലവറിങ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിട്ട് വരുന്നത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് വലുതെന്ന് ഞാൻ പറയുന്നില്ല, മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ്. ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ആ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അത്യാവശ്യം വലിയ പോട്ടിലോട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പടർന്ന് ഫ്ലവറിങ് ആവും. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെഡിനേക്കാളും കുറച്ചുകൂടെ വലിയ പൂക്കളാണ്. അപ്പോൾ റെഡിൻ്റെ വലിയ പൂക്കളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓറഞ്ചും വലിയ പൂക്കൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു റോസ് സെലക്ട് ചെയ്യാം. ഇത് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് തൈകളാണ് സെയിലിനായിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഡബിൾ പെറ്റൽ ഈ ഒരു ക്രീപ്പറാണ്. ഇതും ഓൺ റൂട്ടഡ് തൈകൾ നമുക്ക് ആയിട്ടില്ല, നാടൻ ബഡ്ഡിങ് തൈകളാണ്. ഇതിൻ്റെയും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡും വൈറ്റും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെയും വന്നേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ വിളിക്കാൻ നിൽക്കരുത്, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ നാളെ രാവിലെ മുതൽ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് രാവിലെ മുതൽ കൊറിയർ ഉണ്ട്. ഈവനിങ് കൊറിയർ അയച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ടൈമിലായിരിക്കും മെസ്സേജ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്തവർക്ക് പ്ലാൻസ് തരാതിരിക്കില്ല, കാരണം നമ്മൾ ആദ്യം വന്ന മെസ്സേജ് മുതലായിരിക്കും റിപ്ലൈ തരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.